കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും കാതടിപ്പിക്കുന്ന എയർഹോണുമായി പാഞ്ഞ സ്കോർപിയോ പിടിയിൽ. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ച് വ്യാപകമായി രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കിയ മഹീന്ദ്ര സ്കോർപിയോ എറണാകുളം RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. പെരിന്തൽമണ്ണ സ്വദേശി യുനൈസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പിടിച്ചെടുത്ത വാഹനം. മറ്റു വാഹനയാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയും ബുദ്ധിമുട്ടും സൃഷ്ടിച്ചതിനെ തുടർന്നാണ് RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ N, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് നിയാസ്, കശ്യപ് എന്നിവർ നടത്തിയ മിന്നൽ പരിശോധനയിൽ കാക്കനാട് പള്ളിക്കരയിൽ നിന്ന് വാഹനം കസ്റ്റഡിയിലെടുത്തത്. കമ്പനി നിഷ്കർഷിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വാഹനത്തിന്റെ വശങ്ങളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൂറ്റൻ ആഫ്റ്റർ മാർക്കറ്റ് ടയറുകളാണ് ഘടിപ്പിച്ചിരുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന അഡീഷണൽ കളർ ലൈറ്റുകൾ, ഹൈ പവർ ഫ്ലാഷ് ലൈറ്റുകൾ, വാഹനത്തിന്റെ മുകളിലും വശങ്ങളിലും ഉൾഭാഗത്തുമായി സ്ഥാപിച്ച വൻ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയും പരിശോധനയിൽ കണ്ടെത്തി. ഇതിനു പുറമെ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന ഹൈ ഡെസിബൽ മ്യൂസിക് സിസ്റ്റം, വലിയ സൗണ്ട് ബൂഫറുകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള മൾട്ടി ടോൺ എയർഹോണുകൾ എന്നിവയും വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നതായി അധികൃതർ അറിയിച്ചു. നിയമവിരുദ്ധമായ മാറ്റങ്ങൾ വരുത്തിയതിനാൽ വാഹന ഉടമയ്ക്കെതിരെ 32,750 രൂപ പിഴ ചുമത്തി. അനധികൃതമായി ഘടിപ്പിച്ച ലൈറ്റുകൾ, എയർ ഹോൺ, മ്യൂസിക് സിസ്റ്റം എന്നിവ പൂർണ്ണമായി നീക്കം ചെയ്ത് വാഹനം കമ്പനി നിർമ്മിച്ച യഥാർത്ഥ രൂപത്തിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO ബിജു ഐസക് പറഞ്ഞു. ഇന്ന് നമ്മുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പള്ളിക്കര പെരുമ്പാവൂർ റോഡിൽ പരിശോധന നടത്തുന്ന സമയത്ത് ഒട്ടനവധി ലൈറ്റുകളും വാഹനത്തിൻ്റെ പുറത്തുനിന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഒരു അപകടമുണ്ടായതൊക്കെ ടയറൊക്കെ ഇട്ടൊരു വാഹനം വരുന്ന ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാണിച്ച് നിർത്തുകയുണ്ടായി. കൈകാണിച്ചപ്പോഴാണ് അതിൻ്റെ ഒട്ടനവധി ലൈറ്റുകൾ, അതായത് എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് കണ്ണ് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ശക്തമായ ലൈറ്റുകളും, അത് ഇത് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കുകയോ അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞ് വയ്ക്കാൻ ഉള്ള കാര്യം മാത്രം സാധിക്കുന്ന ഒരു ടൈപ്പ് ലൈറ്റുകളും, പിന്നെ എയറോൺ എക്സ്ട്രാ ഒരു എയറോൺ പിടിപ്പിച്ചിട്ട് കഥടിപ്പിക്കുന്ന ശബ്ദവുമായിട്ടും ഈ ടയറുകൾ സാധാരണ ഒരു വീതി കൂടിയ ടയറല്ല, ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ടൈപ്പ് ടയറുകളൊക്കെ ആയിട്ട് വരുന്ന വാഹനം പരിശോധിക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കുകയുണ്ടായി. ഉടമസ്ഥൻ ഇവിടെ സിവിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുന്ന ഒരു കേസ് ചാർജ് ചെയ്യുകയും ഈ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സുകളും, നിയമപരമില്ലാത്ത പിടിപ്പിച്ചിട്ടുള്ള എല്ലാ ലൈറ്റുകളും ഫിറ്റിങ്സുകളും അഴിച്ചു മാറ്റി വാഹനം ഏത് രീതിയിലാണോ അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ആ രീതിയിൽ ആയതിനു ശേഷം തിരിച്ച് നമ്മളെ വാഹനം കാണിച്ചതിന് ശേഷം മാത്രമേ സർവീസ് ലൈനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ വരുന്നത് ഈ രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന പലർക്കും ഈ ലൈറ്റ് അടിക്കുമ്പോൾ മുമ്പോട്ട് അവരുടെ പ്രയാണത്തിന് തടസ്സം വരുന്ന രീതിയിലും മറ്റ് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ മഴക്കാലം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ പല പ്രായമായിട്ടുള്ള ഒരു ഏജ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ലൈറ്റ് വരുമ്പോൾ ഇപ്പോൾ വാഹനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ അമിത ശബ്ദം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായ ഡ്രൈവ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അനധികൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റു വാഹന ഉടമകളെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ എക്സ്ട്രാ ലൈറ്റ് ഉണ്ട്, അവർ മഴയായതുകൊണ്ട് അവർക്ക് മുഴുവൻ പരിശോധന പുതിയ ഒട്ടനവധി എക്സ്ട്രാ ലൈറ്റുകൾ ഞാൻ കണ്ടിരുന്നു. അതുകൂടാതെ ടയറിൻ്റെ പ്രൊജക്ഷൻ എല്ലാം ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നോർമൽ സാധാരണ ഒരു വീതി വിട്ട ടയറോ അല്ലെങ്കിൽ അനുവദനീയമായ ടയറിൻ്റെ വലിയ സൈസോ അല്ല, പ്രൊജക്ഷനായിട്ട് ഇത് ഏകദേശം ഈ ഓഫ് റോഡിനൊക്കെ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ടൈപ്പ് ടയറുകളാണ്. അങ്ങനെയുള്ള ടയറുകളൊക്കെ ഇട്ട് വാഹനം ഓടിക്കുന്നത് എന്തെങ്കിലും വന്നാൽ അവരുടെ വാഹനത്തിൻ്റെ നിയന്ത്രണം പോലും അവരുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിലുള്ള സാഹചര്യമാണ്. അതുകൊണ്ടാണ് മോട്ടോർ വാഹനം ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ളത്. ഇവർക്ക് വാഹനം നമ്മൾ ഒരു നിലമ്പൂർ ഭാഗത്ത് ഇവിടെ നിന്നുള്ളതാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ അവർ തന്നെ ഇവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് അയച്ച് കാണിച്ചതിന് ശേഷം മുമ്പോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ട് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് തന്നെ വാഹനം ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് കാണിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ നടപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇനിയുള്ള ഉപയോഗം അനുവദിക്കുകയുള്ളൂ. നമ്മൾ നിലവിലെ ഒരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇദ്ദേഹം ഒരു വർഷമായിട്ടുള്ള ഈ വാഹനം എടുത്തിട്ട് പോകുന്നത് അദ്ദേഹം ഒരു വാഹനപ്രേമിയാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ഭാഗത്ത് വന്നതാണെന്നാണ് പറഞ്ഞത്. അതിൽ പെരുമ്പാറുന്ന ബിസിനസ് ആവശ്യമായിട്ട് വന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ദയവേത് വാഹനോടമകളോട് പറയാനുള്ളത് നമ്മളുടെ ചെറിയ സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ അപകടത്തിലേക്ക് വഴിക്കുന്ന ആക്കി തീർക്കരുത് എന്നുള്ള എളിയ അഭ്യർത്ഥനയും കൂടി ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്.